ബേക്കറി സ്റ്റൈലിലൊരു യെല്ലോ കളർ പൈനാപ്പിൾ ഫ്ലേവറിലുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള കേക്കാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചാണ്. കുട്ടികൾ വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കും. അത്ര ടേസ്റ്റ് സ്പോഞ്ചിട്ടുള്ള കേക്കാണ്. എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഓൾറെഡി ഞാൻ തിളപ്പിച്ച പാലാണ്, അത് ഒരു അര കപ്പോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് 3 മുട്ട എടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഒന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ വാനില എസൻസ് അത് കയ്യിലുള്ളത് ചേർത്തെടുക്കാം. അതൊരു അര ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് അര കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാര തീരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ആ പഞ്ചസാര ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പം തന്നെ ഈ ഒരു മുട്ടര നല്ല കട്ടിയുള്ള മഞ്ഞ കളർക്കൊന്ന് മാറി ലൈറ്റ് കളറിലൊന്ന് വരും, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദാമാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടെ ഒരു 3-4 തവണ അരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നീ നമുക്ക് ആ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലോ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനത് നമ്മുടെ ഒരു ബീറ്ററിൻ്റെ ഒരു ബ്ലൈഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ആ ഒരു പാലിൻ്റെയും ബട്ടറിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതും ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമുക്ക് ചേർക്കാനുള്ള എസൻസും കളറൊക്കെ ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീണ്ടും കൊണ്ടിട്ട് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ കുത്തിപ്പിടിച്ച് ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ ബാറ്റർ ഒത്തിരി അങ്ങ് താഴ്ന്നു പോകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറാണ് പിന്നെ ചേർത്ത് കൊടുത്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങായി പോലെ ഒരു കേക്കിൻ്റെ ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ പിന്നെ അരോചകമായിപ്പം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന്, അപ്പോൾ ഒരു പാലിൻ്റെ മിക്സ് ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം ഇതിലേക്ക് ചേർത്തു. നന്നായിട്ട് എല്ലാം ഒന്ന് സ്പാച്ചിലേക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ്, അതിലേക്ക് ബട്ടർ ഷീറ്റ് ഒന്ന് വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു ഓവൻ എന്ന് വെച്ചാൽ ഓൾറെഡി അതിൽ പ്രീ ഹീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് വെച്ചിട്ട് ഒരു ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബേക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു പപ്പട കുത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ മാവ് ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിൽ കണ്ടിട്ടില്ല, മുകൾ ഭാഗം നല്ല കളറുമായിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബട്ടർ ഇങ്ങനെ മുകളിൽ നന്നായിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് 1 ടീസ്പൂണൊക്കെ മതിയാകും, അത്രയൊക്കെ വേണ്ടി വരുള്ളൂ. അത് നന്നായിട്ടൊന്ന് മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടും. അതിനുശേഷം നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു ചൂടോട് കൂടി ഒത്തിരി സമയം ആ ഒരു കേക്ക് ടിന്നിൽ വെക്കാനായിട്ട് പാടില്ല. പിന്നെ നമ്മളൊരു വയർ റാക്കിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കൂ. ഇതേ സെയിം റെസിപ്പിയിൽ തന്നെ ഞാൻ 2 കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനെ ഓൾറെഡി ആദ്യം തയ്യാറാക്കി വെച്ചാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്ത് കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത കേക്കാണ്. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇതാ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.